ദുനിയാവിലും മരണസമയത്തും ഖബറിനകത്തും പരലോകത്തും സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്ക്. നല്ലപോലെ പൊക്കിക്കുക. ഞാൻ മാത്രമേ കൈപൊക്കിക്കാറുള്ളൂ. കൈപൊക്കി പങ്കായം പിടിക്കണ കൈയല്ല, അത് ഇത്തിരി പൊക്കിയെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയ നിനക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തോതിയാ മതി? നിങ്ങൾ പറ, എന്തോതിയാ മതി? ഉറക്കെ പറഞ്ഞോ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? അതൊന്ന് ഉറക്കെ പറഞ്ഞേ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ആയത്ത് ഞാൻ അവസാനേ പറഞ്ഞിരുത്തുള്ളൂ, അറിയാമല്ലോ. അവസാനം ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ ഓർമ്മിപ്പിക്കണം പറയാൻ വേണ്ടി. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ കൊട്ടാരങ്ങളും സ്വർഗത്തിലെ പദവികളും അവിടുത്തെ അരുവികളെക്കുറിച്ചും അവിടുത്തെ പഴവർഗ്ഗങ്ങളെക്കുറിച്ചും അവിടെ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ, പ്രവാചകന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടിട്ട് അത്ഭുതത്തോടെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഇന്ന ഫിൽ ജന്നതി മഅത ദറജ വ അഅലാഹ ജന്നാത്തുൽ ഫിർദൗസ് ഖാല നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 100 വർഷത്തെ 1000 വർഷത്തെ വഴി ദൂരമുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചിട്ടാണ് അള്ളാഹു നാളെ സ്വർഗത്തിൽ പദവി കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത്, മഹത്വം കൊടുക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് തൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അവിടുത്തെ അരുവികളുണ്ടല്ലോ, അവിടുത്തെ കൊട്ടാരങ്ങളുണ്ടല്ലോ, അവിടുത്തെ പലവർഗ്ഗങ്ങളുണ്ടല്ലോ, അവിടുത്തെ പാലിനെ കുറിച്ചും തേനിനെ കുറിച്ചും ഹൂറുല്ലീങ്ങളെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന പദവികളെ കുറിച്ച് അവിടെ നിന്ന് പ്രവാചകന് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് കേട്ടിട്ട് അത്ഭുതത്തോടെ സഹാബത്ത് മുഴുവനും കണ്ണ് തള്ളിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, സഹാബാ, ഇന്ന ഫിൽ ജന്നതി മഅത ദറജ വ അലാഹാ ജന്നാത്തുൽ ഫിർദൗസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചറപ്പിന്റെ സ്വർഗത്തിൽ 100 പദവിയാണുള്ളത്. ഓരോ പദവികൾക്കിടയിൽ 1000 വർഷത്തെ വഴി ദൂരമാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, ആ പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ പദവികളിൽ 100ാമത്തെ പദവി ഏതെന്നറിയുമോ? 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഏറ്റവും വലിയ ഉയർന്ന പദവി ഏതെന്നറിയുമോ? 100ാമത്തെ പദവി ഏതെന്നറിയുമോ? അത് ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ് സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. സഹാബത്ത് ചോദിച്ചു, നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ആർക്കുള്ളതാണ്? എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലാ പറഞ്ഞത്, ആരെങ്കിലും അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം അത് തന്നെയല്ലേ? നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും ഖുർആൻ ഓതുന്നതും സദഖ കൊടുക്കുന്നതും വഅദ് പറയുന്നതും
വഅദ് കേൾക്കുന്നതും ഈ സദസ്സിൽ വന്നിരിക്കുന്നതും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഞാൻ നിങ്ങളും പടച്ചറപ്പിനോട് ചോദിക്കുന്നതല്ലാ ഇതിന് പകരം സ്വർഗ്ഗം തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുന്നവരാ എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ ഏത് സ്വർഗ്ഗം ചോദിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോ ഏത് സ്വർഗ്ഗം ചോദിക്കണമെന്നറിയുമോ? ഏതെങ്കിലും ഒരു സ്വർഗ്ഗത്തിൽ കിടന്നു പോയാ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹുവിനോട് ചോദിക്കണേ സഹാബാ. പ്രവാചകൻ പറയുകയാണ്, പോകുകയാണെങ്കിൽ ഫിർദൗസിൽ പോകണം, പോകുകയാണെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യാ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹുവിന്റെ റസൂലുള്ളതാണ്, അല്ലാഹുവിന്റെ പ്രവാചകനുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ അതല്ലേ നമ്മളോട് പറഞ്ഞത് ദുആ ചെയ്യാൻ? നമ്മൾ ഓരോ ദിവസവും ദുആ ചെയ്യുന്നവരല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യാ പറഞ്ഞു. ഞാൻ നിങ്ങളും ഓരോ ദിവസവും അല്ലാഹുവേ പ്രവാചകന് വേണ്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുമല്ലോ. എപ്പോഴാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവേ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്, പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിക്കുമല്ലോ. വിളിച്ച് വിളിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ അവസാനത്തെ വിളിയമങ്ങ് തീർന്നു കഴിയുമ്പോ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅദത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. ഞാൻ നിങ്ങളും അല്ലാഹുവിനോട് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ അവിടുന്ന് വസീല തേടുന്നവരാണ്, പ്രവാചകന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്, ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാ ദുആ ചെയ്യുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും എല്ലാ ദിവസവും 5 നേരമേ ദുആ ചെയ്യുന്നവരാ. പക്ഷേ ദുആ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ആ ചെയ്യുന്ന ദുആയുണ്ടല്ലോ, ആണുങ്ങളും പെണ്ണുങ്ങളും ആ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ സത്യത്തിൽ ആ ദുആ സ്വീകരിക്കുന്നുണ്ടോ? അല്ലാഹുവേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 6 സമയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല, 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യർ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ 6 സമയങ്ങളിൽ സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്നോ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ചെയ്ത 30 കൊല്ലത്തെ അമലുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലാത്ത 6 സ്ഥലങ്ങളിൽ ഒരു സമയം എപ്പോഴെന്നറിയുവോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് സംസാരിക്കല്ലേ, ആ സമയത്ത് നീ സംസാരിക്കല്ലേ. നിന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് സഹാബത്ത് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ആരെങ്കിലും അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗം ചോദിക്കട്. പോകുകയാണെങ്കിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ പ്രവാചകര് ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗമാർക്കുള്ളതാ നബിയേ? പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗ്ഗമാർക്കുള്ളതാണ്. അതിലേക്ക് ആരാണ് കടന്നു പോകുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകരോട് തന്റെ അനുചരന്മാർ ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, സഹാബാ, അവിടെ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരോ, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ലക്ഷക്കണക്കിന് അംബിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ. അവര് കിടക്കുന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. അതിനകത്ത് കിടക്കുന്ന 1ാമത്തെ വിഭാഗമാരാണ്. 2ാമത്തെ വിഭാഗമാരെന്നറിയുവോ സഹാബത്തേ? പടച്ച റബ്ബിന് വേണ്ടി പോരാടിയവരുണ്ടല്ലോ, പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കളുണ്ടല്ലോ. അവര് ഫിർദൗസിന്റെ അവകാശികളാണ് സഹാബാ. ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ പ്രവാചകനും ശുഹദാക്കളുമാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് സഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങൾക്കൊന്നും ഭാഗ്യമില്ലേ നബിയേ? ഞങ്ങൾക്കൊന്നും അവസരമില്ലേ നബിയേ? ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി, ആ 100ാമത്തെ സ്വർഗത്തിൽ കിടക്കാ ഞങ്ങളെ കൊണ്ട് കഴിയില്ലേ നബിയേ? അവിടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലെ പ്രവാചകന്മാരും ശുഹദാക്കളും കിടക്കുന്ന സ്വർഗത്തില് ആ പ്രവാചകന്മാരുടെ കൂടെ നടക്കാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ ഫിർദൗസിന് ചില അവകാശികളുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ ഫിർദൗസിന്റെ അവകാശികളിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന് ചില അവകാശികളുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ പലരും ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എത്ര പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയാം. ബക്കറ്റ് പിരിവുണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ എന്ത് പിരിവൊക്കെ ഇന്ന് റാഫി? ബക്കറ്റ് പിരിവ് മാത്രമേ ഇന്ന് കേട്ടോ. സ്വർണ്ണമൊക്കെ ഇൻഷാ അല്ലാഹ് എന്തിനാ ഇപ്പോൾ സ്വർണ്ണമൊക്കെ അല്ലേ? നമ്മുടെ മക്കളൊക്കെ പെൺകുട്ടികളൊക്കെ ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ കല്യാണമൊന്നും വേണ്ട. അടുത്ത വർഷം ഇനിയിപ്പോൾ കല്യാണമൊന്നും നടത്തേണ്ടി വരത്തില്ല. കാരണം നമ്മുടെ മക്കളിങ്ങനെ സ്വന്തം ഓരോന്നിനെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. പോകട്ടെ, ഓടിയ എവിടെ വരെ ഓടും? ഓന്തോടിയ എവിടെ വരെ ഓടും? ഓന്തോടിയ എവിടെ വരെ ഓടും? ഓടി കറങ്ങിത്തിരിഞ്ഞിങ്ങനെ നടക്കുന്നത് കാണാം. അള്ളാഹു കാണാനുള്ള യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു കാണാനുള്ള യോഗം നൽകട്ടെ. കാണാം കറങ്ങിത്തിരിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞതിലേക്ക് നടക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. EP ഉസ്താദ് പറയാനുള്ളതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. മനസ്സും ശരീരവും നിറച്ചിട്ടാ ഇന്നലെ ഉസ്താദ് പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും പറയണില്ല. ഇൻഷാ അല്ലാഹ് പിരിവൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെതായ രീതിയിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അള്ളാഹു എല്ലാ ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ 1ാമത്തെ അവകാശി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന അള്ളാഹുവേ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശികൾ അള്ളാന്റെ റസൂല് എണ്ണി പറയുകയാണ്. പ്രവാചകൻ എണ്ണി പറയുകയാണ്. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്ന 1ാമത്തെ വിഭാഗമാരെന്നറിയുവോ?
അല്ലാഹുവേ പടച്ചവനെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന ആ ഫിർദൗസിന്റെ ഒന്നാമത്തെ അവകാശി ആരെന്നറിയുവോ? അല്ലാഹു തന്ന ആയുസ്സുണ്ടല്ലോ, പടച്ചറപ്പ് തന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതം ആരാണോ അല്ലാഹുവിന് കൊടുക്കുന്നത് അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, 20, 30, 40, 50, 60, 70 കൊല്ലമായി ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുകയല്ലേ. ഈ ആയുസുണ്ടല്ലോ, നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് ഞാൻ പടച്ചവനാണ് കൊടുത്തതെന്ന് ഈ 31 വയസ്സുള്ള സിറാജിന് പറയാൻ കഴിയുമോ? ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് പടച്ചറപ്പിനാണോ കൊടുത്തിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവര്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അഴീക്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതി കഴിയുമ്പോ ഖബർ പൊളിച്ചിട്ട് ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുമല്ലോ. അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? അവിടെന്ന് പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, അള്ളാഹു ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ വെച്ചിരിക്കുന്ന കാലം ചലിപ്പിക്കാൻ പോലും കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുമ്പോ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിലെ തലയുടെ മുകളിൽ സൂര്യദിച്ചു നിൽക്കുന്ന പടച്ചവന്റെ കോടതിയിൽ ഞാനും നിങ്ങളും മുഴുവനും എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, അള്ളാഹു ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? മനുഷ്യ, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? മനുഷ്യ, നിനക്ക് ഞാൻ തന്ന ജീവിതമുണ്ടല്ലോ, ഞാൻ നിനക്ക് തന്ന ആയുസുണ്ടല്ലോ, ആ ആയുസ് എന്തിനാണ് ചിലവഴിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ ഏത് കൊലകൊമ്പനാകട്ടെ, എത്ര വലിയ പവറുള്ളവനാകട്ടെ, കഴിവുള്ളവരാകട്ടെ, അവന് വെച്ചിരിക്കുന്ന കാലം നനക്കാ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ വില നമുക്കറിയില്ലല്ലോ. അല്ലാഹു തന്ന ആയുസിന്റെ സമയങ്ങളെ നിസാരമായി തള്ളിക്കളയുന്നവരാ. എത്രയെത്രയോ മണിക്കൂറുകള് ഞാനും നിങ്ങളും നിസാരമായി തള്ളിക്കളയുന്നവരാണ്. ആ സമയത്തിന്റെ വില നമുക്കിന്ന് തിരിയില്ല, ആ സമയത്തിന്റെ വില നമുക്കിന്ന് മനസ്സിലാകില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നതെന്നറിയുമോ? പാഴാക്കി കളഞ്ഞ ഓരോ സെക്കൻഡിനെ കുറിച്ച് നെഞ്ചു പൊട്ടികെട്ട് കരയുന്ന ഒരു രംഗം വരാറുണ്ട്. ഒരു നിമിഷത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സമയം വരാറുണ്ട്. എപ്പോഴെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടുപോകുന്നതിന് കടന്നു വരുന്ന അവസരമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. മലക്കുൽ മൗത്ത് എന്ന മലക്കിനെ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന രംഗമുണ്ടല്ലോ. പൊന്നുമോനെ, പൊന്നുമോനെ, ഈ ജീവിതത്തിന്റെ അവസാനം നിന്നെ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് കടന്ന് യാചിക്കുന്നു, അല്ലാ അസ്റായീലേ, ഒരു സെക്കൻഡ് അസ്റായീൽ, ഒരു നിമിഷം കൂടെ അസ്റായീൽ. ആ സമയത്താണ് പാഴാക്കി കളഞ്ഞോ, ഞാനും നിങ്ങളും പാഴാക്കി കളഞ്ഞോ. ഓരോ സെക്കൻഡിന്റെയും വില മനസ്സിലാകുന്നത് അപ്പോഴാണ്. മലക്കുൽ മൗത്ത് പറയുന്ന മറുപടി എന്തെന്നറിയുവോ? വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. ഒരുപാട് സമയം നിനക്ക് പടച്ചറപ്പ് തന്നല്ലോ, ഒരുപാട് സമയം തന്നായിരുന്നല്ലോ, പാഴാക്കി കളഞ്ഞില്ലേടാ, പാഴാക്കി കളഞ്ഞില്ലേടാ. ഇനി നിനക്ക് അവസരമില്ലെന്ന് പറയുന്ന ഒരു രംഗം വരാനുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. നാളെ പടച്ചറപ്പേ പിന്നെ സമയത്തിനും അവസരം ചോദിക്കുന്ന ഒരു സമയം കൂടെയുണ്ട്. 3
കഷ്ടം വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് നാട്ടുകാർ വിടുവനും പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ച് 6 അടി മണ്ണിനകത്ത് നിന്നെ കുടിച്ചിട്ടിട്ട് പിരിഞ്ഞു പോവുകയാണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിൽ വസ്ത്രം ധരിക്കാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത ആ മലക്കിങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരികയാ. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, നരകത്തിന്റെ കാവൽക്കാരനായ എന്ന മലക്കുന്നതാ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ, ആ നരകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോ, ആ നരകത്തിന്റെ വിളി കേൾക്കുമ്പോ, ആ നരകത്തിന്റെ തീ കാണുമ്പോ, ആ നരകത്തിന്റെ ആഴം കാണുമ്പോ, അപ്പോഴും അഴീക്കോട് ജട്ടിയിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, സമയം പാഴാക്കിയ പെങ്ങള് അപ്പോഴും അല്ലാഹുവോട് ചോദിക്കുന്നത് എന്തെന്നറിയുവോ? റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. പടച്ചറപ്പേ, ഒരിക്കൽ കൂടെ അഴീക്കോട്ടിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കുവോ അല്ലാ, ഒരു ചാൻസ് കൂടെ തരുവോ അല്ലാ, ഒരവസരം കൂടെ തരുവോ അല്ലാ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന് സെക്കൻഡിന് വേണ്ടി, സമയത്തിന് വേണ്ടി വീണ്ടും ഒരു അവസരം തരാൻ വേണ്ടി യാചിക്കുമ്പോ, അല്ലാഹുവേ നരകത്തിലേക്ക് നിന്നെ മലക്കുകൾ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതമുണ്ടല്ലോ, എപ്പോഴാണ് തീരുന്നതെന്നറിയില്ല, എവിടെ വെച്ചാണ് തീരുന്നതെന്നറിയില്ല, മലക്കുൽ മൗത്തിന് എവിടെയാണ് കയറി വരേണ്ടതെന്നറിയില്ലല്ലോ, എവിടെ വേണമെങ്കിലും കയറി വരുമല്ലോ. പടച്ചവരെ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏതുവന്റെയും കൊട്ടാരത്തിന്റെ നടുവിലാകട്ടെ അനുവാദം ചോദിക്കാതെ മലക്കുൽ മൗത്ത് കടന്നു വരുമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. അള്ളാഹു തന്ന ആയുസിന്റെ വില മനസ്സിലാക്കാറ് എപ്പോഴെവിടെ വെച്ചാണ് മരിച്ചു പോകുന്നതെന്നറിയില്ല. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ റബീഅത്ത് ഇബ്നു ഹൈസം റളിയല്ലാഹു തആല അൻഹു. റബീഅ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ കുടിച്ചിട്ടിരിക്കുകയാണ്. തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ കുടിച്ചിട്ടിരിക്കുകയാ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാ കബറിനകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. കബറിനകത്ത് കിടന്ന് കരഞ്ഞിട്ടേ വെളിയിലേക്ക് പോകാറുള്ളൂ. തിരിച്ചു വരുമ്പോഴും തന്റെ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് കബറിനകത്ത് ഒരൽപ്പം നേരം കിടന്ന് കരയുകയാണ്. എല്ലാവരും ചോദിച്ചു, റബീഅ എന്തിനാണ് വീടിന്റെ മുന്നിൽ കബർ കുടിച്ചിട്ടിട്ട് ഇതിനകത്ത് കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ പോയി കിടക്കേണ്ട സ്ഥലമാണല്ലോ, എന്റെ വാപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ ഭാര്യ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് വരില്ലല്ലോ, ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളും എന്റെ കൂടെ വരില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് തയ്യാറെടുക്കുകയാണെന്ന് അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് സുഖിക്കാനുള്ളതല്ലടാ, ആസ്വദിക്കാനുള്ളതല്ലടാ, അടിച്ചു പൊളിക്കാനുള്ളതല്ലടാ, നിനക്ക് തോന്നുന്നത് ചെയ്യാനുള്ളതല്ല, നിനക്ക് തോന്നുന്നത് പോലെ നടക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു തന്ന ആയുസ് ബലപ്പെട്ടതാ മോള്, അത് നിനക്ക് ചവിട്ടി തേക്കാനുള്ളതല്ല പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, പടച്ചറപ്പ് തന്നിരിക്കുന്ന ജീവിതം നിന്റെ വാപ്പയ്ക്കുള്ളതല്ല, ഉമ്മയ്ക്കുള്ളതല്ല, നിന്റെ ഭാര്യയ്ക്കുള്ളതല്ല, നിന്റെ മക്കൾക്കുള്ളതല്ല, നിനക്ക് തോന്നുന്നത് പോലെ ആസ്വദിക്കാനുള്ളതല്ല. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചറപ്പിന് കൊടുക്കാനുള്ളതാ. മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സഅദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. കറുത്തിരുണ്ടിരിക്കുന്ന, പടച്ചവനെ വല്ലാത്ത കറുപ്പ, മുടിയെല്ലാം ചുരുണ്ടിരിക്കുന്ന ആ
ആര് കണ്ടാലും പടച്ചവരെ വന്ന് മുഖം താഴ്ത്തുന്ന സൗന്ദര്യമില്ലാത്ത സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നിറമൊരു തടസ്സമാകുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല. പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നിറമൊരു തടസ്സമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ പ്രവാചകന സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിച്ചു, സഅദ്, അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? അങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, വിവാഹം കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്ത മോഹമാണ് നബിയേ. വിവാഹം കഴിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ആരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാൽ എനിക്കാരും വിവാഹം കഴിച്ചു തരുന്നില്ല നബിയേ. അവരെന്നെ ആട്ടിയിറക്കുകയാ, അവരെന്നെ പരിഹസിക്കുകയാ. ഒരു മനുഷ്യനും തന്റെ പൊന്നുമകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ പ്രവാചകരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു, സഅദേ, നിനക്കെന്തേ അവരെ വിവാഹം കഴിച്ചു തരാത്തത്? എനിക്ക് സൗന്ദര്യമില്ലല്ലോ നബിയേ, എനിക്ക് കറുപ്പാണല്ലോ നബിയേ, എന്നെ കാണാൻ അഴകില്ലല്ലോ നബിയേ, എനിക്ക് സമ്പത്തില്ലല്ലോ നബിയേ, ഞാനൊരു പാവപ്പെട്ടവനാണല്ലോ നബിയേ, ഇതെല്ലാം അല്ലാഹു തന്നതല്ലേ, അതുകൊണ്ട് ആരും എനിക്ക് വിവാഹം കഴിച്ചു തരുന്നില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഅദേ, നിനക്ക് വിവാഹം കഴിക്കടോ? നിനക്ക് വിവാഹം കഴിക്കടോ? നഅം യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനുണ്ടല്ലോ, ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാട് അംർ ഇബ്നു വഹബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാട്, അദ്ദേഹത്തിനൊരു സുന്ദരിയായ പൊന്നുമോളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, ആ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പെണ്ണ് ചോദിക്കു സഅദ്. സഅദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പാവപ്പെട്ടവനല്ലേ നബിയേ, ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനല്ലേ നബിയേ, കാണാൻ അഴകില്ലാത്തവനല്ലേ നബിയേ, ആ കൊട്ടാരത്തിന്റെ മുന്നിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? എനിക്ക് വിവാഹം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനാ പറയുന്നത്, പോയി ചോദിക്കാ പറയുകയാണ്.